ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും അവധിക്കാലം അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ടീച്ചർ വിചാരിക്കുകയാണ്. സ്കൂൾ തുറക്കാൻ ഇനി ഒരുപാട് ദിവസങ്ങളൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇതാ SSLCയുടെ റിസൾട്ട് ഒക്കെ വന്നു. ഇനിയിപ്പോ എന്താണ് അവർക്ക് അഡ്മിഷന്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് തിരക്കിലായിരിക്കും. ഹയർ സെക്കൻഡറിന്റെ വരാനായിരിക്കുന്നു. 7th മക്കൾക്കും അതുപോലെ തന്നെ ട്യൂഷൻ, പഠിച്ചു തുടങ്ങേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള അറിവ്, ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം 7ാം ക്ലാസ് ആണ്, USS പരീക്ഷയൊക്കെ ഉണ്ട് അല്ലെ. വലിയ മുതിർന്ന കുട്ടികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടീച്ചർ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടി വന്നാണ്. ഒരുപാട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. എന്തായാലും എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങളും പറയാനുണ്ട്. ഷോർട്ട് വീഡിയോയിലായിട്ട് ടീച്ചർ അത് പറയാറുണ്ട്. എല്ലാ ടീച്ചേഴ്സും വന്ന് പറയാറുണ്ട് അല്ലെ. അതുപോലെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കും വെക്കേഷൻ അല്ലേ, ഇനിയിപ്പോ സ്കൂളൊക്കെ തുറന്നിട്ട് നോക്കിയാൽ പോരേന്ന്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഉറുമ്പ് ഭക്ഷണം ശേഖരിക്കുന്നത് അല്ലെ. കുറച്ചായിട്ട് അരിമണികളൊക്കെ കൂട്ടി വെച്ചിട്ട് അവരെന്ത് ചെയ്യാണ്, ഒരു ക്ഷാമകാലം വരുമ്പോ അവരെന്ത് ചെയ്യാറുണ്ട്, അതൊക്കെ കൂട്ടി വെച്ച് സ്വരൂപിച്ചിങ്ങനെ വെക്കാറുണ്ട് അല്ലെ. അതുപോലെ എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, കുറച്ചായിട്ട് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അവസാന പരീക്ഷയുടെ തലേന്ന്, അല്ലെങ്കിൽ USS പരീക്ഷ ആയിക്കോട്ടെ, ടേം എക്സാം ആയിക്കോട്ടെ, അതിന്റെ തലേന്ന് കുത്തിയിരുന്ന് മലമറിക്കാൻ നോക്കണ്ട. നമുക്ക് കുഞ്ഞു കാര്യങ്ങള്, കുറച്ച് കാര്യങ്ങള് രസകരമായിട്ട് പഠിച്ചങ്ങ് മുന്നോട്ട് പോയാൽ പോരെ. യെസ്. അപ്പോ എന്തെല്ലാം പഠിക്കണം, എങ്ങനെയെല്ലാം പഠിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ആശങ്കകളും സംശയങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം മാറിയ പാഠപുസ്തകം ആയതുകൊണ്ട് പാഠപുസ്തകത്തിന്റെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല. പാഠപുസ്തകം വരാൻ ലേറ്റ് ആവോ, അല്ലെങ്കിൽ എങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും വരിക, ഓൾറെഡി വന്നു കഴിഞ്ഞു. ഒരു എക്സാം എഴുതി ഒരു ബാച്ച് പാസ് ഔട്ടായി പോയി, 8ാം ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പൊ എന്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇതാ ഞങ്ങൾക്ക് സൈലത്തിലേ ഞങ്ങളുടെ സൈലം എന്ന് പറയുന്നതിലേക്കാട്ടും നമ്മുടെ സൈലത്തില് ഒരു ഓൺലൈൻ ബാച്ച് ഉണ്ട് കേട്ടോ. ട്യൂഷൻ ബാച്ചാണ്. ഇപ്പൊ എല്ലാവരും ഓൺലൈനിൽ പലയിടത്തും ഓഫ്ലൈനിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടാവും ട്യൂഷൻ ക്ലാസ്സുകളിൽ അല്ലേ. നിങ്ങൾക്ക് സമയമൊക്കെ നഷ്ടാവും. ഇത് ഓൺലൈനിൽ താല്പര്യമുള്ള മക്കളാണെങ്കിൽ, വീട്ടിലിരുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ എന്താണ്, വീട്ടിലിരുന്ന് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കുകയാണ്. നമ്മുടെ ബാച്ചിന്റെ പേരാണ് അവഞ്ചേഴ്സ്. കഴിഞ്ഞ വർഷം ഉള്ളവർക്കറിയാം അത് വജ്രയായിരുന്നു. ഈ വർഷം അതിന്റെ പേര് ഇതാ അവഞ്ചേഴ്സ് എന്നാണ് ബാച്ചിന്റെ പേര് കേട്ടോ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്, ഇതാ ഡെയിലി ലൈവ് റെക്കോർഡഡ് സെഷൻ ഉണ്ടാവും, ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞാൽ, ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് സ്ലൈഡ്സും അതിന്റെ നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് എത്തും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, കഴിഞ്ഞ വർഷം നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ, വരാൻ സാധ്യതയുള്ള ചോദ്യപേപ്പർ ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. യൂണിറ്റ് ടെസ്റ്റ് നടത്തോ, അങ്ങനെ ഓരോ പാഠങ്ങളും കഴിയുന്നതിനനുസരിച്ച് യൂണിറ്റ് ടെസ്റ്റ് നടത്തി അതിന്റെ ആൻസർ കീ ഡിസ്കഷനും, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പഠന രീതിയാണ് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ ഉണ്ടായിരിക്കുക കേട്ടോ. വളരെ കുറഞ്ഞ സീറ്റുകളേ ഉള്ളൂ. അപ്പോൾ 9955400800 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് വിളിച്ചേക്കുക. ഒരു വർഷത്തേക്ക് ഇതിന്റെ ഫീ എന്ന് പറയുന്നത് 2750 രൂപയാണ് കേട്ടോ. ഒരു വർഷത്തേക്കാണ്. ഇനിയിപ്പോ ഒരു മാസത്തേക്കാണോ എന്നൊന്നും സംശയം തോന്നണ്ട. 1 year ആണ് അല്ലെ. പെർ ഇയർ നിങ്ങൾ ഈ ഒരു എമൗണ്ട് മാത്രം അടച്ചാൽ മതി. അതിന്റെ ഇടയിൽ കുറച്ചുകൂടി ഫീസ് വേണം, 500 വേണം, 1000 വേണം എന്നൊന്നും ആരും പറയില്ല. ഇതാണ് നിങ്ങളുടെ ഫീ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ, അടിപൊളിയല്ലേ. അപ്പൊ ഈ ഒരു ബാച്ചിനെ പറ്റി എനിക്ക് നിങ്ങളോട് പറയണമായിരുന്നു. അതുപോലെ നമ്മുടെ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ നടക്കുന്ന ലൈവ് ക്ലാസ്സിനെ പറ്റിയുള്ള കാര്യങ്ങള്, അപ്ഡേഷൻസ് ഒക്കെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിന്റെ ലിങ്കും നമ്മുടെ ഈ ഒരു വീഡിയോന്റെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഒന്ന് പോയിട്ട് ക്ലിക്ക് ചെയ്യാം. നമുക്ക് പൈസ ചെലവൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് ആ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ആയേക്കാം. ഓക്കെ. അപ്പോ ഇനി എനിക്ക് USS ഒക്കെ നിങ്ങൾക്ക് വരുന്നതാണ്. പാഠപുസ്തകമൊക്കെ പഠിക്കുന്നതിനോടൊപ്പം USS എങ്ങനെ നേടാം അല്ലേ. ഇനിയിപ്പോ USSനായിട്ട് വേറെ പഠിക്കുക, പാഠപുസ്തകം മാത്രം വേറെ പഠിക്കുക, സ്കൂളിലെ എക്സാമിന് വേണ്ടി വേറെ പഠിക്കുക, അതൊന്നും വേണ്ട. നമ്മൾ പാഠപുസ്തകം പഠിക്കുന്ന സമയത്ത് തന്നെ ചില മലയാളത്തിന്റെ കാര്യത്തിലായാലും മറ്റു വിഷയത്തിന്റെ കാര്യത്തിലായാലും നമുക്ക് പാഠം വായിക്കുന്ന സമയത്ത് അറിയാം അല്ലെ, ഇതിന് ചോദ്യ സാധ്യത ഉണ്ടോ ഇല്ലയോ.
ഉണ്ടോ ഇല്ലയോ? ഇപ്പോ ഗ്രാമശ്രീകൾ എന്ന് പറയുന്ന ഒരു പാഠാണ് മലയാളത്തിലെ അടിസ്ഥാന പാഠാവലിയിൽ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത്. അത് കടത്തരാട്ട് മാധവി അമ്മയുടേതാണ്. അപ്പോ ആ ഒരു കവിത എന്തിനെ കുറിച്ചുള്ളതാണ്? അധ്വാനിക്കുന്ന കർഷകരെ കുറിച്ചുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളായ കർഷക സ്ത്രീകളെ കുറിച്ചുള്ളതാണ് ആ കവിത. അതുപോലെ ആ എഴുത്തുകാരിയെ കുറിച്ച് മനസ്സിലാക്കുക. നമ്മൾ വെറുതെ വായിച്ചങ്ങ് പോകുന്നതിന് പകരം വായിക്കുമ്പോ ഒന്ന് മനസ്സിരുത്തി അങ്ങ് വായിക്കുക കേട്ടോ. അപ്പൊ USSന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുകയാണ്. പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് എസ്സേയോ കുറിപ്പോ ഒന്നും നിങ്ങൾക്ക് എഴുതാനുണ്ടാവില്ല. അപ്പൊ ആ രീതിയിൽ പഠിച്ചങ്ങ് പോകാം. അപ്പൊ പാഠപുസ്തകം വായിക്കുമ്പോൾ ഇതിനൊരു USS സാധ്യത ഉണ്ടല്ലോ ഈ ചോദ്യത്തിന്. സയൻസിലൊക്കെ ഒരുപാട്, സോഷ്യലിലൊക്കെ നിങ്ങൾക്ക് അണ്ടർലൈൻ ഹൈലൈറ്റർ ഒക്കെ വെച്ച് അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കാവുന്ന തരത്തിലേക്ക് നിങ്ങളെ തന്നെ മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ തന്നെ മാറ്റണം. തുടക്കം മുതൽ തന്നെ പഠിച്ചു പോയാല് അവസാന നിമിഷത്തിൽ ഒരു ബേർഡനും ആവില്ല കേട്ടോ. അപ്പൊ അറിഞ്ഞ് നമ്മൾ പഠിച്ചാല് പഠിച്ച് നമ്മൾക്ക് നേടാം. എന്തെല്ലാം പഠിക്കണം എന്നുള്ള കാര്യത്തില് സംശയമൊന്നും വേണ്ട. പാഠപുസ്തകം നിങ്ങൾ ആഴത്തിൽ പഠിക്കണം. പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങള് കൂടുതലും പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമുക്ക് വരാറുള്ളത് USS പരീക്ഷയ്ക്ക്. പിന്നെ നമ്മള് പാഠപുസ്തകം അതാ ടീച്ചർ പറഞ്ഞത് വായിക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യാം, നല്ല വൃത്തിക്ക് അങ്ങ് പഠിക്കുക. അല്ലാതെ ആർക്കോ വേണ്ടിയിട്ട് എന്തൊക്കെയോ പഠിച്ചു പോകുന്നതിന് പകരം വൃത്തിക്ക് പഠിക്കാം. നല്ല ക്ലിയർ ആയിട്ട് പഠിക്കാം. മനസ്സിലാകാത്ത കാര്യങ്ങൾ വീണ്ടും വായിച്ച് തറവാക്കാം. പിന്നെ ഇടയ്ക്ക് ഒരു റിവിഷൻ ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ പത്രവായന നിർബന്ധമാണ് കേട്ടോ, നിർബന്ധമാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ പാക് യുദ്ധമല്ല, അവിടുന്ന് തർക്കം ഇതൊക്കെ നടന്നു തുടങ്ങിയിരിക്കുകയാണ് അല്ലെ. അപ്പോ ഇനിയൊരു യുദ്ധം വേണ്ട എന്നാണ് നമ്മളും പറയുന്നത്. അപ്പോ അതിന്റെ ഭീകരതയും സംഘർഷവും ഒക്കെ നമ്മളെയും മാനസികമായിട്ട് തകർത്തുന്നൊക്കെ ഉണ്ട് അല്ലെ. അത്തരം വാർത്തകൾ ഈ സമയത്ത് ആരൊക്കെയാണ് അതില് പ്രധാന പങ്ക് വഹിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ മേധാവികളായിട്ടുള്ളവര്, വ്യോമസേന, കരസേന, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് നടന്ന ഡേറ്റ്, ഓപ്പറേഷൻ സിന്ദൂർ അല്ലെ, അത് ഏത് ഓപ്പറേഷൻ ആയിരുന്നു എന്നുള്ളതൊക്കെ, അത്തരം കാര്യങ്ങളൊക്കെ ഇന്നുള്ള കാര്യം ഇന്ന് തന്നെ നമ്മൾ വെറുതെ അങ്ങ് തലയിലോട്ട് എടുത്തു വെച്ചാൽ നിങ്ങൾക്കത് ഓർമ്മയുണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടായിരിക്കും. ഓക്കെ മക്കളെ, അടുത്തത് എനിക്ക് പറയാനുള്ളത്, പരീക്ഷ ഇച്ചിരി കടുപ്പാണ്. USS പരീക്ഷ കടുപ്പാണ് എന്നൊരു ധാരണ നമുക്കുണ്ട്. USS പരീക്ഷ കുറച്ച് കടുപ്പം തന്നെയാണ്. പക്ഷേ നമ്മൾ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒട്ടും പ്രശ്നം വരുന്നില്ല. പ്രത്യേകിച്ച് സമയം, ഈ ടൈം മാനേജ്മെന്റ് പഠിച്ചാല് നമ്മള് ബാക്കി എല്ലാം സെറ്റായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാ ടൈം മാനേജ്മെന്റ്. ഇത് മാത്സിലൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറില്ല. കാരണം എന്താണെന്നറിയോ, മാത്സ് ഒക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലേ. അപ്പോ ക്രിയ എഴുതി അല്ലെങ്കിൽ വഴി ചെയ്ത് അതിന്റെ ആൻസറിലേക്ക് എത്തുക എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. നമുക്ക് പെട്ടെന്ന് മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തുക അല്ലെ. 4 ഓപ്ഷനുകൾ ഉണ്ടാവും. ആ ഓപ്ഷനാണ് ആൻസർ ഏതാണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ടൈം മാനേജ്മെന്റ് ഇപ്പൊ തന്നെ കണക്കൊക്കെ ചെയ്യുന്ന സമയത്ത് മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മനക്കണക്കായിട്ട് ചെയ്യാം. എല്ലാ വിഷയത്തിന്റെ കാര്യവും ഞാൻ പറയാണ്. പെട്ടെന്ന് ഇങ്ങനെ ഓർത്തു വെക്കാനുള്ള ടെക്നിക്കുകൾ, സോഷ്യലും സയൻസൊക്കെ. അപ്പൊ കാര്യങ്ങള് ഇത്രയേ ഉള്ളൂ. അറിഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഗതി ഇത്രയേ ഉള്ളൂ. ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയല്ല. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിവരിച്ചെഴുതേണ്ട ഒരു ഉത്തരവും നമുക്ക് ഉണ്ടാവില്ല. ഒബ്ജക്റ്റീവ് ആണ്, 1 വേർഡ് ചോദ്യങ്ങളായിട്ടാണ് നമുക്ക് ഉണ്ടാവുക. USS മനസ്സിലാക്കുക. അപ്പൊ OMR ഷീറ്റിലാണ് അല്ലെ, ഇങ്ങനെ 4 ഇതുണ്ടാവും. അപ്പൊ ഈ ടൈപ്പ് OMR ഷീറ്റ് നിങ്ങൾ അമ്മമാരൊക്കെ PSCക്ക് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും. അതൊന്ന് കാണുക. എങ്ങനെയാണ് എന്നൊരു ചോദ്യം, 4 ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ ആൻസറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബബിൾ ചെയ്യേണ്ടത്, ഇങ്ങനെ കറപ്പിക്കുക. അപ്പൊ അങ്ങനെയാണ് പരീക്ഷാ രീതി. ഇനി കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞു പഠിച്ചാല് അത്രേ ഉള്ളൂ സംഗതി. കാര്യങ്ങൾ അറിഞ്ഞു പഠിച്ചാൽ നമുക്ക് നേടാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ പാഠഭാഗങ്ങളിലൂടെ നമുക്ക് നല്ല രീതിയിൽ കടന്നു പോകണം. സംഗതി ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ്
നമ്മുടെ USS പരീക്ഷ അത് കീറാമുട്ടിയൊന്നല്ല. അപ്പൊ പാഠപുസ്തകം മാറുന്നതൊന്നും നമുക്കൊരു വിഷയമല്ല. നമ്മുടെ സൈലത്തിന്റെ ഓൺലൈൻ ട്യൂഷനും സ്കൂളിലെ ക്ലാസ്സും നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള പഠന രീതിയൊക്കെ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കാം കേട്ടോ. ഒരു പ്രശ്നമില്ല. അപ്പൊ മറന്നു പോകരുത് എല്ലാവരും. നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ള ക്ലാസ്സുകളെ പറ്റി, എനിക്ക് ഇന്ന ക്ലാസ് വേണം, മലയാളത്തിലെ എനിക്ക് ഇന്ന ഭാഗങ്ങൾ കുറച്ച് വിഷമാണ്, ആസ്വാദനം എഴുതാൻ, അതുപോലെ തന്നെ നിവേദനം തയ്യാറാക്കാൻ, അത് പരീക്ഷയുടെ ഭാഗമാണ്. ഇനിയിപ്പോ ജനറൽ നോളജ്, പുരസ്കാരങ്ങളെ കുറിച്ചാണെങ്കിൽ അതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏറ്റവും ടഫായ സബ്ജക്റ്റ് ഏതാണെന്നും കൂടെ നിങ്ങൾ കമന്റ് ചെയ്യുക. ടീച്ചറിന്റെ ക്ലാസ് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അറിഞ്ഞു പഠിച്ചാൽ സംഗതി സിമ്പിൾ ആണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അവഞ്ചേഴ്സ് ബാച്ചിനെ പറ്റി മറന്നു പോരുത്. പെട്ടെന്ന് തന്നെ കോൾ ചെയ്യാം കേട്ടോ.